ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. നമ്മുടെ മലയാളത്തിലെ തന്നെ ഏറ്റവും വലിയ സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ ബിഗ് ബഡ്ജറ്റ് സിനിമയാണല്ലോ എമ്പുരാൻ. ലാലേട്ടനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത സിനിമയുടെ ഓവർസീസ് റൈറ്റ്സ് നേരത്തെ 30 കോടി രൂപയ്ക്ക് മലയാള സിനിമയ്ക്ക് സ്വപ്നം കാണാവുന്നതിലും അപ്പുറമുള്ളൊരു തുകയ്ക്കായിരുന്നല്ലോ വിറ്റഴിച്ചത്. ആ തുകയെല്ലാം തന്നെ സിനിമയുടെ അണിയറ പ്രവർത്തകർ അവിടുത്തെ വിതരണക്കാരെല്ലാം തന്നെ തിരിച്ചു പിടിക്കുമോ എന്നൊരു ചോദ്യം ഒരു സമയത്ത് ഉണ്ടായിരുന്നു. എന്നാൽ പ്രീ റിലീസ് ബുക്കിംഗ് കണ്ടപ്പോൾ സിനിമ ആദ്യ വീക്കെൻഡ് കൊണ്ട് തന്നെ തിരിച്ചു പിടിക്കുമെന്ന് ഉറപ്പിച്ചതാണ്. ഇപ്പോഴത്തെ ആദ്യ അഭിപ്രായങ്ങൾ എല്ലാവരെയും ഒരുപോലെ തന്നെ സിനിമ ഇഷ്ടപ്പെടുത്തിയില്ലെങ്കിൽ പോലും സിനിമ ഓവർസീസിൽ വെറും 3 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വലിയ ലാഭം അവിടുത്തെ വിതരണക്കാരന് സിനിമ നേടിക്കൊടുക്കുന്നു എന്നാണ് ഇന്ന് അല്പസമയം മുന്നേ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. 3 ദിവസത്തെ കളക്ഷൻ 85 കോടി പിന്നിട്ടപ്പോൾ അടുത്ത ദിവസങ്ങളിൽ 100 കോടി കളക്ഷൻ അവിടെ നേടിയെടുക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ 38 കോടി അവിടുത്തെ ഷെയർ കളക്ഷൻ മാത്രം വന്നിരിക്കുന്നു എന്നൊരു റിപ്പോർട്ടാണ് ഇപ്പോഴത്തെ അവസാനമായിട്ട് പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ 30 കോടി രൂപയ്ക്ക് തിയേറ്റർ റൈറ്റ്സിന് അങ്ങോട്ട് വിറ്റഴിച്ച സിനിമ 38 കോടി കളക്ഷൻ നേടിയെടുക്കുന്നു എന്ന് പറയുമ്പോൾ, ഷെയർ കളക്ഷൻ നേടിയെടുക്കുന്നു എന്ന് പറയുമ്പോൾ അത് വേറെ ലെവൽ ബ്ലോക്ക് ബസ്റ്റർ വിജയമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ എമ്പുരാൻ ആദ്യമായിട്ടൊരു മേഖലയിൽ വലിയ വിജയമായി മാറുന്നത് ഓവർസീസിലാണ് എന്ന് നിസ്സംശയം പറയാം. 100 കോടി കളക്ഷൻ ഇന്നത്തോടെ കടക്കുമെന്ന് ഉറപ്പാക്കപ്പെട്ട സിനിമയുടെ അവിടുത്തെ ഫൈനൽ വരെയുള്ള കളക്ഷൻ അറിയാനായിട്ട് കാത്തിരിക്കൂ. ഇനി ഇന്ത്യയിലെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ 3 ദിവസത്തെ എമ്പുരാന്റെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ തന്നെ ഏകദേശം 19 കോടിക്ക് അടുത്തേക്ക് എത്തപ്പെട്ടിരിക്കുന്നു. ഇന്നത്തോടെ 20-25 കോടി റേഞ്ചിലേക്ക് എമ്പുരാന്റെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ മാത്രം എത്തപ്പെടും. ഈ പറഞ്ഞ റെസ്റ്റ് ഓഫ് ഇന്ത്യയിലെ 19 കോടിയോളം 3 ദിവസത്തെ കളക്ഷനിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ വന്നിരിക്കുന്നതും കർണാടകയിൽ നിന്നാണ്. 7 കോടിയാണ് അവിടെ സിനിമ ഗ്രോസ് ആയിട്ട് നേടിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ആകെ മൊത്തത്തിൽ എമ്പുരാൻ വളരെ മികച്ച കളക്ഷൻ നേടിയെടുത്ത് മുന്നേറുന്നു. ഇനി ഇന്നത്തെ ഞായറാഴ്ചത്തെ ഉൾപ്പെടെയുള്ള വമ്പൻ അടുത്ത കളക്ഷൻ അടുത്ത മണിക്കൂറുകളിൽ അറിയാനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.